Hi all, welcome to I Plus Training Solution. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന സിലബസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, എങ്കിലും ഏതെങ്കിലും ഒരു യൂണിറ്റ് എപ്പോഴും തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ്, ഏതാണ് പ്രഷറിന്റെ യൂണിറ്റ്? പാസ്കൽ ആണ് അല്ലെ. യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഏതാണ്? പാസ്കൽ ആണ്. ഓക്കെ, പി എ എന്ന് ഡിനോട്ട് ചെയ്യും. പാസ്കൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വെച്ചേക്കണം. പാസ്കല് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. യൂണിറ്റ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തില്ല? യൂണിറ്റിൽ ഇല്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യൂണിറ്റ് ലെസ് ആണ്. ഇനി എന്താ റിലേറ്റീവ് ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ അല്ലെ. എന്താണ്? അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഏതാണോ ഒരു റെഫറൻസ് സബ്സ്റ്റൻസ്, ആ റെഫറൻസ് സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി, ഇവയുടെ റേഷ്യോയ്ക്കാണ് എന്തെന്ന് പറയാ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയും രണ്ടും ഡെൻസിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? രണ്ടിന്റെയും യൂണിറ്റ് സെയിം ആയതുകൊണ്ട് ഇത് എന്ത് സംഭവിക്കും? ഇത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരുന്നത്? യൂണിറ്റ് ലെസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Pressure at a point in the liquid is same in all direction, greater in the upward direction, greater in the downward direction, none of the above. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ലോ ആണ് അല്ലെ, അല്ലെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ലോ ആണ് ഇത്. ഏതാണ്? പാസ്കൽ ലോ ആണ്. അപ്പൊ പാസ്കൽ ലോനെ വെച്ചിട്ട് എന്താണ് ഇവിടെ പറയുന്നത്? പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ ദ ലിക്വിഡ് ഈസ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ആണ്, സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ആയിരിക്കും അല്ലെ. എല്ലാ ദിശയിലേക്കും അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്കും ഒരു ലിക്വിഡിലെ പോയിന്റിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ഏതിൽ പറയുന്നത്? പാസ്കൽ ലോയില് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ ഏരിയ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ലെസ് ദാൻ ദി പ്രഷർ ആക്ടിങ് ഓൺ ദ ഒബ്ജക്ട് on that object will be. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഏരിയ കുറവാണ്. ഏരിയ കുറവാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഒബ്ജക്റ്റിന് ഏരിയ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എങ്ങനെയായിരിക്കും? ലെസ് ആയിരിക്കുമോ, കൂടുതലായിരിക്കുമോ? പിന്നെ എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ നൺ ഓഫ് ദി എബോവ്, ഏതായിരിക്കും? നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ അതായത് പ്രഷറും ഏരിയയും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏരിയ കുറവാണ്. ഏരിയ കുറവാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ എക്സാമ്പിൾ ഒക്കെ പറയുന്നതാണ്. സൂചിയുടെ കേസ്, പിന്നിന്റെ കേസൊക്കെ എക്സാമ്പിൾ പറയുന്നതാണ്. അവർ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും. അവിടെ എന്താണ്? അവിടെ ഏരിയ കുറവാണ്. സോ ആൻസർ ഏതാ വരിക? മോർ ആയിരിക്കും വരിക. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. നോക്കുക. If cross sectional area of an object is more than, then the pressure applied by the external force is. ഇവിടെ എന്താണ്? ഇവിടെ cross sectional area കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചാണ് അല്ലെ. എങ്ങനെയാണ്? അതായത് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ബൈ ഏരിയ. ഇതിലെ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏരിയ ഇവിടെ കൂടുതലാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഓക്കെ, പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ആൻസർ ഏതാണ്? ലെസ് ആണ് ആൻസർ വരിക. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 8th SCERT നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബൈനന്റ് ഫോഴ്സ് ഓഫ്
200 gram weight act on a body dipped completely in water. If the apparent weight of a body is 100 gram weight, then the actual weight is ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ബയണന്റ് ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, 200 gram weight എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഈ ബോഡിയുടെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു ലിക്വിഡിൽ മുങ്ങിക്കിടക്കുമ്പോഴുള്ള ഒരു വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 gram weight ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആക്ച്വൽ വെയിറ്റ്, ആ ഒരു ബോഡിയുടെ ആക്ച്വൽ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതായത് നമുക്കറിയാം ഈ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ ഉള്ള വെയിറ്റിനെയാണ് എന്തെന്ന് പറയാ? അപ്പാരന്റ് വെയിറ്റ്. അപ്പാരന്റ് വെയിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ബോഡി വെയിറ്റ് മൈനസ് ബയണന്റ് ഫോഴ്സ് ആണ് അല്ലെ? ബയണന്റ് ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം അപ്പാരന്റ് വെയിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 200 ആണെന്ന് തന്നിട്ടുണ്ട്. ആക്ച്വൽ വെയിറ്റ് നമുക്കറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ബയണന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ വെയിറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു 200 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ? ഓക്കെ, അപ്പൊ എത്രാന്ന് കിട്ടും? സോറി, ഇവിടത്തെ അപ്പാരന്റ് വെയിറ്റ് 100 ആണ്. അപ്പൊ നോക്കുക, 200 പ്ലസ് 100 എത്രാന്ന് വരും? 200 പ്ലസ് 100 300 എന്ന് പറയും. ആ 300 ആണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് അല്ലെ? വളരെ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? അതായത് നമുക്കറിയാം ഇവിടത്തെ ബയണന്റ് ഫോഴ്സ് 200 ആണെന്ന് തന്നിട്ടുണ്ട്. ആ ബോഡിയുടെ അപ്പാരന്റ് വെയിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എന്ത് കിട്ടും? ആക്ച്വൽ വെയിറ്റ് കിട്ടും. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ വെയിറ്റ് ഓഫ് ദി ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി ബയോണ്ട് ഫോഴ്സ് ദെൻ ദ ബോഡി, അവിടെ എന്താണ്? ബയോണ്ട് ഫോഴ്സും അതുപോലെ തന്നെ ആ ഒരു ബോഡിയുടെ, വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന ആ ഒരു ബോഡിയുടെ വെയിറ്റും ഈക്വൽ ആണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം അല്ലെ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് ഫ്ലോട്ട് ചെയ്യും, പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. When a body is placed in a liquid, the buoyant force experienced by it is equal to the, എന്താണ്? Weight of the liquid displaced, density of the body, വോളിയം ഓഫ് എ ബോഡി, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വെൻ എ ബോഡി ഈസ് പ്ലേസ്ഡ് ഇൻ എ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഒരു ബോഡി പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബയണന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും ഈക്വൽ? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലെ? ആ ഒരു ബോഡി ആ ഒരു ലിക്വിഡില് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ബയണന്റ് ഫോഴ്സും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. A body immersed in a liquid will rise to the surfaces if the buoyant force acting on it is. അതായത് ഒരു ബോഡി എന്താണ്? ലിക്വിഡിൽ ഇങ്ങനെ മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? ആ മുക്കി വെച്ചിരിക്കുന്ന ബോഡി ഇങ്ങനെ ആ ഒരു ലിക്വിഡിന്റെ സർഫസിലേക്ക് പൊങ്ങി വരികയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ബയണന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ആക്ച്വൽ വെയിറ്റ്, ലെസർ ദാൻ ഇറ്റ്സ് ആക്ച്വൽ വെയിറ്റ്, equal to its actual weight, equal to 0. ഏതായിരിക്കും ആൻസർ? ആ ഒരു ബോഡി ആ ഒരു ലിക്വിഡിൽ മുങ്ങിക്കിടക്കാണ്ട് പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടുത്തെ ബയണന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ബോഡിയുടെ ആക്ച്വൽ വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതെന്ത് സംഭവിക്കുന്നത്? ആ ഒരു ബോഡി മുകളിലേക്ക് പൊങ്ങി വരുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. A body weighing 200 gram weight is dipped in water. Its weight in water is indicated by the spring balance is 150 gram weight. Then the buoyant force acting on the body is, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഒരു ബോഡിയുടെ വെയിറ്റ് എത്രയാണ്? 200 gram ആണ്. അത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ഡിപ്പ് ചെയ്തു. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ വെയിറ്റ് നോക്കിയപ്പോൾ എത്രയാണ്? 150 gram ആണ്. അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ബയണന്റ് ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? അതായത് ആ ബോഡിയുടെ വെയിറ്റിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അപ്പാരന്റ് വെയിറ്റ് കുറച്ചാൽ മതി അല്ലേ? 200 മൈനസ് 150 എത്ര എന്ന് കിട്ടും? 50 gram എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. A body is floating in upright position in water. Then the force of gravity and buoyant force acting on the body are. എന്താണ്? ഒരു ബോഡി വാട്ടറിൽ മുകളിൽ പൊങ്ങിക്കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ബയണന്റ് ഫോഴ്സും എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. In the same direction along the same line, in the opposite direction along the same line, at the right angle to each other, in opposite to direction and from couple which turns and only anti-clockwise. എന്തായിരിക്കും ആൻസർ വരിക? ഇവിടത്തെ ബയണന്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ലിക്വിഡിൽ നിന്ന് മുകളിലേക്കായിരിക്കും. ഇനി അടുത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം? ഇൻ ദ സെയിം ഡയറക്ഷൻ ആണോ? അല്ല, മറിച്ച് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ along the same line അല്ലേ? ഈ ഒരു ബയണന്റ് ഫോഴ്സും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എങ്ങനെയായിരിക്കും? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ബ്ലോക്ക് ഓഫ് ഐസ് ഈസ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ എ ബീക്കർ. വെൻ ഓൾ ദി ഐസ് മെൽറ്റ് ദ ലെവൽ ഓഫ് വാട്ടർ. അതായത് എന്താണ്? ഇവിടെ ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിൽ വാട്ടർ ഉണ്ട്, ആ വാട്ടറിലേക്ക് ഐസ് ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം എന്താ ചോദിക്കുന്നത്? ഈ ഐസ് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഈ വാട്ടറിന്റെ അളവിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? അപ്പോ ഇവിടെ ആദ്യം എന്തുണ്ടായിരുന്നു? ഇത്രയും വാട്ടർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇത്രയും വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്കാണ് ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് ഐസ് ഫ്ലോട്ട് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ആ ഐസിന്റെ വെയിറ്റിനനുസരിച്ച് അവിടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഐസിന്റെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള വാട്ടർ എന്തായി പോകും? ഡിസ്പേഴ്സ്ഡ് ആവും അല്ലെ? അവിടെ നിന്ന് പോകും, ആദേശം ചെയ്യപ്പെട്ടു പോകും. അപ്പൊ എന്താണ്? ഈ ഐസ് ഉരുകി വരുമ്പോൾ എന്താണ്? ഈ പോയ അളവിലുള്ള വാട്ടർ ആയിരിക്കും ഇവിടെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എൻഡ് നോക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ വാട്ടറിന്റെ വോളിയത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. സോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ്, റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ പാസ്കൽ ലോ ഈസ് ആപ്ലിക്കബിൾ ടു ദ ലിക്വിഡ് വിച്ച് ഈസ് കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ, സോളിഡ് ഇൻ ഫേസ്, സൂപ്പർ കംപ്രസീവ്. ഏതായിരിക്കും? നിങ്ങൾ പഠിച്ചതാണ് പാസ്കൽ ലോനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മച്ച് ഇന്റൻസിറ്റി ഓഫ് ദി ഇമേജ് ഈസ് ഇൻക്രീസ്ഡ് ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദി പാസ്കൽ ലോ state that liquid at rest applies pressure at a point is. ഇവിടെ എന്താണ്? ഇവിടെ ഡയമീറ്റർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിക്വിഡില് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിന്റെ ഒരു പോയിന്റിലെ പ്രഷറിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പ്രഷറിന് കൂടുക കുറയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, സെയിം തന്നെ ആയിരിക്കും അല്ലെ? നമ്മുടെ പാസ്കൽ ലോ അനുസരിച്ച് അവിടെ എന്തായിരിക്കും? ആ ഒരു പോയിന്റിലെ പ്രഷറിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. അത് അവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ ബയണൻസി ഓഫ് എനി ഫ്ലോട്ടിംഗ് ഒബ്ജക്ട് ദാറ്റ് ഈസ് ഡാഷ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. Only partially, only completely, neither partially nor completely, both partially and completely. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ബയോണൻസി ആരുടെയൊക്കെ, ഏത് ഫ്ലൂയിഡിന്റെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഏത് ഫ്ലൂയിഡിന്റെയൊക്കെ പറ്റും? പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ബയോണൻസി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ? ഒരു ഒബ്ജക്റ്റ് ഒന്നെങ്കിൽ പാർഷ്യലി ഇമേഴ്സ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സർഫസ് എനർജി
എന്താണ് സർഫസ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് എനർജി ഈസ് ഡാഷ് കൈനറ്റിക് എനർജി ഓഫ് ദ സർഫേസ് മോളിക്യൂൾ, the force per unit length acting on the surface particles, the energy of the molecules inside the beaker, the extra energy that the molecules at the surface have relative to molecule inside the liquid. ഏതാണ് ആൻസർ? ഒരു സർഫസ് എനർജി, ഒരു ലിക്വിഡിന്റെ സർഫസ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The extra energy that the molecules at the surface have relative to molecule inside the liquid. അതാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ലിക്വിഡ് എടുക്കുകയാണ്, ഈ ലിക്വിഡിന്റെ മോളിക്യൂൾസ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ ഈ സർഫസിൽ ഇരിക്കുന്ന മോളിക്യൂൾസിന് എന്തുണ്ട്? സർഫസിൽ ഇരിക്കുന്ന മോളിക്യൂളിന് ഈ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെ? ഈ ഒരു പുറത്തുനിന്ന് മറ്റുള്ളവരുടെ ഒരു ഫോഴ്സ് അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ ഇരിക്കുന്ന അതേ ലിക്വിഡിന്റെ മോളിക്യൂൾസ് തന്നെ ഇങ്ങോട്ട് വലിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു എക്സ്ട്രാ എനർജി ഫോം ചെയ്യുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് എനർജി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. If the common salt is dissolved in water, then the surface tension of salt water is increased, decreased, not change, first increases then decreases. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു വെറും വാട്ടർ എടുത്തു, അതിലേക്ക് എന്ത് ചെയ്യാണ്? സോൾട്ട്, കോമൺ സോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡ് ആണ്. ഈ സോഡിയം ക്ലോറൈഡ് ഇതിലേക്ക് ഡിസോൾവ് ആകുമ്പോൾ ആ ഒരു ലിക്വിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷന്റെ സർഫസ് എനർജിക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ് അല്ലെ ഇങ്ങോട്ട് ഡിസോൾവ് ആകുന്നത്. അപ്പൊ ഇതെന്താകും? Na+ഉം Cl- അയോണും ആകും. അപ്പൊ ഇവിടെ എന്താണ്? ഇവര് തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതിങ്ങനെ എന്താണ്? ഇതിനെ ഹെൽഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു ബൈൻഡിങ് കൂടുകയാണ് ചെയ്യുന്നത്. എന്ത്? കോമൺ സാൾട്ട് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? വാട്ടറിന്റെ സർഫസ് ടെൻഷൻ എന്താണ് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ കോമൺ സാൾട്ട് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A drop of oil is placed on the surface of the water. Which of the following statement is correct? ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു വാട്ടറിന്റെ സർഫസിലേക്ക് ഒരു ഓയിൽ ഡ്രോപ്പ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓയിൽ ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ അവിടെ ഡ്രോപ്പ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യുക? അല്ല, നമുക്കറിയാം അത് വെള്ളത്തിൽ ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പരക്കും. അതായത് it will remain on it as a sphere, it will spread as a thin layer, it will partially be a spherical droplet and partially as thin films, it will float at the distorted drop on the water surface. ഏതായിരിക്കും ആൻസർ? it will spread as thin layer. എന്തുകൊണ്ടാണ് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്? ഈ ഒരു ഓയിലിനേക്കാളും സർഫസ് ടെൻഷൻ കൂടുതലാണ് ആർക്ക്? വാട്ടറിന്. അതുകൊണ്ട് തന്നെ വാട്ടർ എന്ത് ചെയ്യിപ്പിക്കും? ഇതിനെ ഇങ്ങനെ ഓവറോൾ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കും. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The wettability of a surface by a liquid depends primarily on. അതായത് ഒരു സർഫേസിനെ ലിക്വിഡ് എന്ത് ചെയ്യാണ്? വെറ്റ് ചെയ്യാണ്. അപ്പൊ ആ വെറ്റബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഡെൻസിറ്റി, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സർഫേസ് ആൻഡ് ദി ലിക്വിഡ്. എന്തായിരിക്കും ആൻസർ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ആ ലിക്വിഡ് വെറ്റ് ചെയ്യിപ്പിക്കുന്ന സർഫേസും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്താണ് ആ ഒരു ലിക്വിഡ് അതിനെ വെറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് സാധിക്കുക. ഇനി ഈ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ എന്തായിരിക്കും?
താഴെയാണെങ്കിൽ, അതായത് ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ ആ ലിക്വിഡ് എന്ത് ചെയ്യും? ആ സർഫേസിനെ വെറ്റ് ചെയ്യിപ്പിക്കും. അതേ സമയത്ത് ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഒരു ലിക്വിഡ് എന്ത് ചെയ്യില്ല? ആ ഒരു സർഫേസിനെ വെറ്റ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടന്റ് പഠിച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലെവലിലേക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും കിട്ടുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മളൊരു ക്ലാസ് കണ്ടന്റ് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.